ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. മോഹൻലാലിനാണ് ഈ പുരസ്കാരം. 2023 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അങ്ങനെ മോഹൻലാലിന് ലഭിക്കുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. അത് മോഹൻലാലിനെ തേടിയെത്തുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുന്നു. 2023 പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഒട്ടേറെ പ്രമുഖർ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ്. ആ മേഖലയിലെ പരമോന്നത പുരസ്കാരം കൂടിയാണ്. മോഹൻലാൽ അതിനെ ഇപ്പോൾ അർഹനായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. 2023 പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുന്ന. അല്പസമയത്തിനകം നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധേയമായ പുരസ്കാരമാണ് അത്. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര ലോകത്ത് നിലനിന്നിരുന്ന വ്യക്തിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഒട്ടേറെ പ്രമുഖർ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ്. ഇപ്പോൾ ആ പുരസ്കാരം മോഹൻലാലിനെ തേടിയെത്തുന്നു. ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്ന് തന്നെ ആണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. രാഷ്ട്രപതിയാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട്. ഒട്ടേറെ പ്രമുഖർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ് അത്. മലയാളത്തിലേക്ക് വരുന്നു. മോഹൻലാൽ ആ പുരസ്കാരത്തിന് അർഹനാകുന്നു എന്നുള്ള അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പോൾ മോഹൻലാലിന് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 2023 പുരസ്കാര പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. മോഹൻലാൽ ആ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. സിനിമാ മേഖലയിൽ രാജ്യത്ത് ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അതിന് മോഹൻലാൽ അർഹനാകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. വിനീത വിജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരം അത് മോഹൻലാലിന് ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഉന്മേഷ്, പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന ഒരു പുരസ്കാരം തന്നെയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലായിരിക്കും ഈ അവാർഡ് സമ്മാനിക്കുക. മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു നിമിഷം കൂടി തന്നെയാണിത്. ഇന്ത്യൻ സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സംഭാവനകൾ, ഒപ്പം തന്നെ ഇതിഹാസ നടൻ, നിർമ്മാതാവ് എന്നിവരെയൊക്കെ തന്നെയാണ് ഇതിൽ ആദരിക്കുന്നത്. ഇതിൽ സമഗ്ര സംഭാവന എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. പക്ഷേ അടൂരിന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന ഒരു മലയാളി കൂടിയാണ് മോഹൻലാൽ. ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഇന്ത്യ സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഈ പുരസ്കാരം എല്ലാ വർഷവും ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ നൽകി വരികയാണ്. ഇത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ മോഹൻലാലിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീത പറഞ്ഞ പോലെ 2004 അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മലയാളത്തിൽ നിന്ന് മോഹൻലാലിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2018 എത്തുമ്പോൾ ഈ പുരസ്കാരം അന്ന് വാങ്ങിയത് അമിതാഭ് ബച്ചൻ ആയിരുന്നു. 2019 രജനീകാന്ത് ആയിരുന്നു ഈ പുരസ്കാരത്തിന് അർഹനായത്. 2020 ആശ പരേഖ്, വഹീദ റഹ്മാൻ 2021, 2022 മിഥുൻ ചക്രവർത്തിയാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ മോഹൻലാലിനെ തേടിയും സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.